പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്നു. ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു, വെടിനിർത്തലിലേക്ക് എത്താൻ പോകുന്നു, കരാറിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ സർവ്വധാരണകളെയും തകിടം മറിച്ചത് ഇസ്രയേലിൻ്റെ കടന്നാക്രമണമാണ്. അതിലൂടെ തലസ്ഥാനത്ത് കടന്നു കയറി കനത്ത ബോംബാക്രമണം നടത്തിയപ്പോൾ ഇനി നോക്കി നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഈ വെടിനിർത്തലൊക്കെ കാപട്യമാണെന്നും അത് സ്വയം അടിക്കാനുള്ള അവകാശവും കരുത്തും നൽകലാണെന്നും തിരിച്ചറിഞ്ഞ് ഇറാൻ കനത്ത തിരിച്ചടി നടത്തി. നോർത്തേൺ ഇസ്രയേലിൻ്റെ ഏതാണ്ട് വിവിധ മേഖലകളിൽ 3 വേവുകളിലായിട്ടാണ് കനത്ത ആക്രമണം നടന്നത്. ഈ 3 വേവുകളുടെയും ആക്രമണത്തിൽ നോർത്തേൺ ഇസ്രയേലിൽ കാര്യമായ തകരാറുണ്ടായി. കാര്യമായ നാശനഷ്ടങ്ങൾക്ക് ശേഷവും അപ്രതീക്ഷിതമെന്നോണം നെതന്യാഹു ഇനി തിരിച്ചടിക്കില്ലെന്നും അതിന് അനുവദിക്കില്ലെന്നും അത് പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ട്രംപ് ആശ്വസിപ്പിക്കുന്നതായൊരു വാർത്തയും ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റുമൊക്കെ പുറത്തു വന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം ഇസ്രയേൽ ടെഹ്റാനിലും ഇസ്ഫഹാനിലും അടക്കമുള്ള മേഖലകളിൽ തിരിച്ചും ആക്രമണം നടത്തി. എന്നുവെച്ചാൽ ഇസ്രയേൽ തുടങ്ങി വെച്ചു, ഇറാൻ തിരിച്ചടിച്ചു, വീണ്ടും ഇറാനുമേൽ മറ്റൊരാക്രമണം നടത്തി ഇസ്രയേൽ അവസാന നിമിഷം. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ തീരുന്നു എന്ന പ്രതീതി നൽകിയ യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊള്ളുമോ എന്ന ആശങ്കയിലാണ് ലോകം. സംഗതി സമാധാന ചർച്ച നടന്നപ്പോഴെല്ലാം ഇറാൻ ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. അതെല്ലാം ലെബനനും ഇറാനുമായി ചേർന്നുള്ള തരത്തിൽ വേണം സമാധാന കരാറിൻ്റെ ഉടമ്പടി ഉണ്ടാകേണ്ടത്. വെടിനിർത്തിയാൽ 2 സ്ഥലത്തും ഒരുപോലെ ആക്രമണം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രയേൽ ആ സന്ദർഭങ്ങളിലെല്ലാം കടന്നു കയറി വീണ്ടും ലെബനോനെ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഒടുവിൽ ചില ചാനലുകൾ പുറത്തുവിട്ടതുപോലെ കടുത്ത തെറിയൊക്കെ ട്രംപ് വിളിച്ചു എന്ന് പറഞ്ഞ് അത് തീരുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നിടത്തുനിന്നാണ് വീണ്ടും ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയത്. അപ്പോഴാണ് ഇറാൻ ഇനി നോക്കി നിൽക്കുന്നതിൽ അർത്ഥമില്ല, ഈ പീസ് ടോക്ക് അല്ലെങ്കിൽ സമാധാന ചർച്ച ഉടമ്പടി എന്നൊക്കെ പറയുന്നത് ഇസ്രയേലിനെ അടുപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ന ബോധ്യത്തിൽ ഇറാൻ തിരിച്ചടിച്ചത്. ആ അടിക്ക് പകരമാണ് ഇനി അടിക്കില്ല എന്ന് ട്രംപ് വാക്ക് നൽകിയിട്ടും മറിച്ച് ഇങ്ങോട്ടേക്കും ഇറാനിലേക്കും ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം ഇറാനിലും ഇസ്രയേലിലും അമേരിക്കയിലും മാത്രമല്ല പശ്ചിമേഷ്യയിലും ലോകത്തും എല്ലാം ഒരുപോലെ ബാധിക്കും എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തെ ലോകം ആശങ്കയോടെ നോക്കിക്കാണുന്നത്. അണുവിട വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമാധാനമാണെങ്കിൽ അക്ഷരാർത്ഥത്തിലുള്ള സമാധാനമാകണം. ഇതൊരു വശത്ത് സമാധാനമെന്ന് പറയുകയും വീണ്ടും ആക്രമണം തുടരുകയും ചെയ്യുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിരം രീതിയാണ്. ഫലസ്തീനിൽ എല്ലാ ദിവസവുമുണ്ട് ആക്രമണങ്ങൾ. കഴിഞ്ഞ ദിവസം 7 മാസം പ്രായമായ ഒരു കുഞ്ഞിനെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. എന്നുവെച്ചാൽ ലോകത്തെ നീചരും ഭീകരരുമാണ് ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ തങ്ങളാണെന്ന് സ്ഥാപിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. അവസാനിക്കട്ടെ എന്നാണ് ആഗ്രഹം. പക്ഷേ അവസാനിക്കുന്ന ലക്ഷണത്തിലേക്കല്ല പുതിയ തുടക്കം.